ഈ തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മർദ്ദിച്ച അഭിഭാഷകൻ ഒളിവിലായിരുന്നു. ഇന്നലെ അയാളെ പിടികൂടുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവത്തിൽ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ബെയിലിൻ ദാസ് പിടിയിലായത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക. പരാതിക്കാരി ശ്യാമലിയുടെ വീട്ടിൽ നിന്നും ചന്തു ചന്ദ്രശേഖർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചന്തു, ഗുഡ് മോർണിംഗ്. പരാതിക്കാരിയുടെ വീട്ടിലാണ് ചന്തു എന്ന് മനസ്സിലാക്കുന്നു. പ്രതികരണത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ ബെയിലിൻ ദാസ് ഇന്നലെ മാധ്യമങ്ങളോടക്കം പറഞ്ഞത് പറയാനുള്ള കാര്യങ്ങളെല്ലാം കോടതിയിൽ പറയാം, കോടതിയിൽ നിലനിൽക്കുന്ന സംഭവമല്ലേ എന്നാണ് പറഞ്ഞത്. എപ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കും? ഈ പോലീസിന്റെ മുന്നോട്ടുള്ള നടപടികൾ എങ്ങനെയാണ്? ഒപ്പം ഇനി പരാതിക്കാരിയുടെ പ്രതികരണത്തിലേക്ക് കൂടി. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ അഭിഭാഷകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹത്തെ ഇന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 11 മണിയോട് കൂടിയായിരിക്കും ഈ നടപടികളൊക്കെ ഉണ്ടാകുക. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് അഡ്വക്കേറ്റ് ശ്യാമലിയുടെ വീട്ടിലാണ്. കഴിഞ്ഞ ദിവസം ഈ അഭിഭാഷകനെ പോലീസ് പിടികൂടിയിരുന്നു. എങ്ങനെ തോന്നുന്നു, എന്താ പ്രതികരിക്കാം? സന്തോഷമുണ്ട്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതുപോലെ കൂടെ നിന്ന് എല്ലാവരോടുള്ള നന്ദി, പ്രത്യേകിച്ച് കേരള പോലീസിനോടുള്ള നന്ദി. SI മഞ്ജു മാം അവരൊക്കെ ഊർജിതമായിട്ട് അന്വേഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര പെട്ടെന്ന് പ്രതിയെ പിടികൂടിയത്. എന്തായാലും സന്തോഷം, എനിക്ക് നീതി ലഭിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നേരത്തെ ബെയിലിൻ ദാസ് കൊടുത്തിരുന്നത് ശ്യാമലിയുടെ ഭാഗത്തു നിന്നൊരു പ്രകോപനമുണ്ടായി, അതിനെ തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതല്ല, പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പുറത്ത് ചെയ്തതാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണെങ്കിൽ അത്തരം വാദമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതിനെ എങ്ങനെ നോക്കിക്കാണും? പെട്ടെന്നുള്ള പ്രകോപനത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു. സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ കൈനീട്ടി അടിക്കുക എന്നുള്ളത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ്. അത് കോടതിയിൽ നിന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ആരാന്ന് വെച്ചാൽ അദ്ദേഹം അത് വാദിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ബെയിൽ ആപ്ലിക്കേഷനിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഡിഫൻസ് പറഞ്ഞേ പറ്റൂ. എനിക്ക് ഇതിൽ കൂടുതൽ ഇനി പറയാനൊന്നുമില്ല. പിന്നെ ഇന്നലെ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ അവർ ഡോക്യുമെൻ്റായിട്ട് ഹാജരാക്കിയത് ഞാൻ കൊടുത്ത പരാതിയാണ്. അതിലുണ്ടെല്ലാം. അത് അവരുടെ ഡോക്യുമെൻ്റായിട്ട് അവർ കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ അതിനർത്ഥം അത് അവർ സമ്മതിച്ചു. അത് അവർ തെളിവാക്കി ഹാജരാക്കിയ ഡോക്യുമെൻ്റാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിലിനോട്. അതിനർത്ഥം അവരത് സമ്മതിച്ചു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാനുള്ള? ഞാൻ എൻ്റെ പരാതി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണോ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. അതിലെന്ത് അന്വേഷണം വന്നാലും ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവർ എന്ത് വേണോ പറഞ്ഞോട്ടെ. അത് അവർ കോടതിയിൽ എന്താണെന്ന് വെച്ചാൽ പ്രൂവ് ചെയ്തോട്ടെ. കോടതി എടുക്കുന്ന എന്ത് തന്നെ ആയാലും, എന്ത് തീരുമാനമായാലും അത് അംഗീകരിക്കും. കാരണം എനിക്ക് നീതി ലഭിച്ചു കഴിഞ്ഞു. എല്ലാ തരത്തിലും ആസ് എ ലോയർ എനിക്ക് പൂർണ്ണമായിട്ടും നീതി ലഭിച്ചു കഴിഞ്ഞു. ബാർ അസോസിയേഷനെയും ബാർ കൗൺസിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ, അത് തന്നെ അതിന് വലിയ ഉദാഹരണമാണ്. കേരളം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അറിഞ്ഞു. അതിന് വലിയൊരു കാര്യം മീഡിയ ഈ വാർത്തയ്ക്ക് കൊടുത്ത പ്രാധാന്യമാണ്. എനിക്കിങ്ങനെ സംഭവിച്ചു. ഇനി ആർക്കും, ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ആർക്കും ഇങ്ങനൊരു കാര്യം ഒരിടത്ത് നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്യാമലിക്ക് വലിയ തരത്തിലുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട്, സർക്കാരിന്റെ ഭാഗത്ത് നടക്കാൻ വലിയ തരത്തിലുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അപ്പോഴും ഈ ബാർ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ആ സമയത്ത് ഈ പോലീസ് പ്രതിയെ പിടികൂടാനാകാത്തത് ബാർ അസോസിയേഷന്റെ ഒരു ഇടപെടലാണെന്നൊരു ആക്ഷേപം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ അഭിഭാഷകനെ പോലീസ് ജീപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്നെ കുറച്ച് അഭിഭാഷകർ പരസ്യമായി വന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ശ്യാമലിക്ക് പിന്തുണ പറയുമ്പോഴും അതിലൊരു രണ്ട് പക്ഷമുണ്ട് എന്ന് തോന്നുന്നില്ല? അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടിക്കാരുമാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എനിക്ക് ഒന്നടങ്കം അവരുടെ പിന്തുണ അറിയിച്ചതാണ്. പ്രതിപക്ഷ നേതാവൊക്കെ നേരിട്ട് വിളിച്ചു, മന്ത്രി ലോ മിനിസ്റ്റർ തന്നെ നേരിട്ട് കാണാം. എല്ലാ ഭാഗത്തുനിന്നും എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. അപ്പോൾ ഒരു കുറച്ച് ആൾക്കാർ ഫ്രണ്ട്സ് അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രത്യേക സംഘടന, ആ സംഘടനയിലുള്ള ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുക. അതിലൊരു രാഷ്ട്രീയമില്ല. ഐവ എന്ന് പറയുന്ന, എനിക്കറിയാം ഇനിയിപ്പോൾ ഞാൻ ഈ പേര് പറഞ്ഞ് എനിക്കെതിരെ ഇനി എന്തൊക്കെ ആരോപണങ്ങൾ വരും എന്നുള്ളത്
എനിക്ക് അറിയില്ല. എന്ത് തന്നെ ആയാലും ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും വരാനില്ല. ഇപ്പോൾ ഞാൻ ന്യൂസിലൂടെയൊക്കെ മനസ്സിലാക്കുന്നതും ഐവ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുടെ പിന്തുണയാണ്. കാരണം പ്രതി ഐവയിലെ ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭവം? ഇല്ല, രാഷ്ട്രീയ പാർട്ടി, അതാ ഞാൻ പറഞ്ഞത്, ഇതിലൊരു പൊളിറ്റിക്സ് ആരും ചേർക്കേണ്ട. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എനിക്ക് ഒന്നടങ്കം ഒറ്റ സ്വരത്തിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഒരു പൊളിറ്റിക്സും ഇല്ല. പക്ഷെ ഐവ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് സംഘടനയിലുള്ള പിന്തുണയാണ്. അതുകൊണ്ട് ഞാനത് സാരമാക്കുന്നില്ല. ഞാനും അവരിൽ ഒരാളാണ്. അവരുടെ ഒരു സഹോദരി, അവരുടെ മകൾ, ആ ഒരു പ്രായമേ എനിക്കുള്ളൂ. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയെ തല്ലിയാൽ രണ്ടു പക്ഷം പറയുന്ന നാട്, അത്രയേ ഉള്ളൂ. ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ നടപടി അല്ലെങ്കിൽ നിലപാടിൽ, നേരത്തെ പറഞ്ഞ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. കേസുമായി മുന്നോട്ട് പോകും. ഈ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഈ അഭിഭാഷകനെ പോലീസ് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്തൊക്കെ കുറച്ച് അഭിഭാഷകർ എത്തി അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ശ്യാമിലി നമ്മോട് വ്യക്തമാക്കിയത്. ഒരു പ്രത്യേക സംഘടന, അഭിഭാഷകരുടെ ഇടയിൽ തന്നെ ഒരു പ്രത്യേക സംഘടന അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട് എന്നാണ് ശ്യാമിലി വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു 11 മണിയോടുകൂടി തന്നെ ഈ ബെയിലിൻ ദാസിനെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കോടതിയുടെ പരിഗണനയിലാണ്. അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമോ മറ്റു കാര്യങ്ങളൊക്കെ ഇനി കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നതാണ്. ആ നടപടികൾ നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. സേതുലക്ഷ്മി. ഓക്കെ ചന്തു, വ്യക്തമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ശ്യാമിലി ജസ്റ്റിൻ്റെ വാക്കിൽ കേട്ടു. ശ്യാമിലി വലിയ കോൺഫിഡൻറ്റിലാണ്. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. തനിക്ക് നീതി ലഭിച്ചു എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ് ശ്യാമിലി ജസ്റ്റിൻ. ഒപ്പം പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വിവരങ്ങൾ നൽകുകയായിരുന്നു ചന്തു ചന്ദ്രശേഖർ, തിരുവനന്തപുരത്ത് നിന്ന്.